നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് പ്യുവർലി അടവാണ്. പക്ഷേ അടവ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരു പെർഫെക്റ്റ് ഏതെങ്കിലും ഒരു ബാണി സ്റ്റൈലിലല്ല. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ അടുത്ത് പോയിരുന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മൾ ഏത് ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനെ ലഘുവാക്കി ലളിതമാക്കി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു അടവിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കാരണം മിക്ക അടവുകളുടെയും വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ തെയ്ഹാ തേഹി അടവ് അഥവാ കുതിത്ത് മെട്ടടവ് എന്ന് നമ്മൾ പറയുന്ന അടവ് 4 എണ്ണമാണ് നമ്മൾ എപ്പോഴും കലാക്ഷേത്ര ബാണിയിൽ പിള്ളേരെ പഠിപ്പിക്കുക. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഒന്ന്, ഈ ബാണിയിലെ ഈ അടവിന്റെ കാല് കുറച്ച് പാടാണ്. കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ കുറച്ച് പാടാണ്. നല്ല അസലായിട്ട് വേദന എടുക്കും. മുട്ടിന് ബലമില്ലാത്ത എന്നെയൊക്കെ പോലുള്ള അവർക്ക് അത് ഈ അടവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ 2 മുട്ടും തേയ്മാനാണ്. അതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി എന്നെ കൊണ്ട് അത് എക്സസൈസ് പോലെ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ അതിന്റെ പറഞ്ഞു തരാം. എന്റെ കുട്ടികളെ ഒന്നും എനിക്ക് കിട്ടിയില്ല ചെയ്യാനായിട്ട്. അപ്പൊ പറഞ്ഞു തരുന്നതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഏതായാലും കീപ് സപ്പോർട്ടിങ് മീ. ആ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, കണ്ടു പഠിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ നിങ്ങളെ ഓർത്തിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് എടുത്ത്, കാരണം ഹെൽത്ത് ഒട്ടും സുഖകരമല്ല. എന്നാൽ പോലും കഴിഞ്ഞ വീഡിയോയില് ആരോ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, താതൈ തേയിലയുടെ ഒരുപാട് വേർഷൻസ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിനിട്ടു. അപ്പൊ ഒരാൾ കമന്റ് എഴുതി, ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഹോപ്പ് ഇറ്റ്സ് എ മാഡം, ഒരു ലേഡി. അപ്പൊ ഞാൻ അവരെന്നോട് പറയുന്നു, ഇത് എങ്ങനെ ഞങ്ങൾ പഠിക്കാനാ? ഇത് നേരത്തെ പഠിച്ച പിള്ളേരെ വെച്ചല്ലേ ചെയ്യിക്കുന്നേ എന്ന്. എന്താ അവർ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ തന്നെയാണ്. എന്റെ കുട്ടികളെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മോഡൽ ചെയ്യാനാണ് ഞാൻ അവരെ നിർത്തുന്നത്, നിങ്ങളെ കാണിച്ചു തരാൻ. അല്ലാതെ അവരെ ആദ്യമായി പഠിപ്പിക്കുന്നത് പോലെയോ നിങ്ങളെ ആദ്യമായി പഠിപ്പിക്കുന്നത് പോലെയോ ഞാൻ വീഡിയോ എടുത്താൽ എത്ര നേരത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഇടുന്നത് കണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യണത് ഇത്ര പെട്ടെന്ന് ഇത് എന്നെ വഴക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ അത് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കമന്റ്സ് ഒന്നും ഇടരുത്. എനിക്ക് അത്ര പണ്ടത്തെ പോലെയൊന്നും നല്ല പ്രായോഗികമായി ഒത്തിരി പേഷ്യൻസ് ഒന്നും ഇല്ല ഇപ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ ഈ പരിപാടി നിർത്താൻ എനിക്ക് തോന്നും. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അത് കണ്ട് പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കാനല്ല. അതങ്ങനെ ലൈവ് ക്ലാസ് പോലെ ആരും എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ ഞാനിപ്പോൾ പുതിയ ബാച്ച് ഓൺലൈൻ ബേസിക്സ് തൊട്ട് തുടങ്ങുന്ന ഒരു ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, ഞാൻ നമ്പർ തന്നോളാം. അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ പറയാൻ വന്നത് ഇന്ന് തെയ്ഹാ തേഹി അടവിനെ കുറിച്ചാണ്. അപ്പൊ ആ അടവ് എല്ലാവർക്കും അറിയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തെയ്ഹാ തേഹി അടവ്. ഞാൻ പറഞ്ഞു ഒത്തിരി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഒരെണ്ണമെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടെ. തെയ്, നമ്മള് തെയ് ഹാ തെയ് ഹി, ഒരു ഏകതാളത്തിൽ പോകുന്ന ഒരു അടവാണ്. അപ്പം അത് നല്ല അരമണ്ഡലത്തിലേക്ക് നമ്മൾ ആദ്യം ചാടുകയാണ്. ചാടുമ്പോ നമ്മുടെ ബോഡി ഒന്ന് താഴ്ത്തി കൊടുത്ത് തെയ് കണ്ടോ, ഉപ്പൂറ്റി ഇതുപോലെ പൊങ്ങിയാണ് വരേണ്ടത്. അപ്പൊ മുട്ട് 2 സൈഡിലേക്കും നമ്മൾ വിടർത്തി കൊടുക്കണം. യുവർ സ്പ്രെഡിങ് യുവർ 2 knees to both sides. Okay, stretching your 2 knees to both sides. ഇങ്ങനെ നിന്നിട്ട് ഹ പറയുമ്പോൾ ഉപ്പൂറ്റി അവിടെ വച്ചാൽ മതി. വീണ്ടും തെയ് ഹി, തെയ് ഹ, തെയ് ഹി. നമ്മുടെ ഈ ഹെഡ് മേളിലേക്ക് ഇങ്ങനെ പൊങ്ങാൻ പാടില്ല. അതാണ് ആ അടവ് ഏറ്റവും പ്രധാനം. യൂഷ്വലി എല്ലാവർക്കും അത് എളുപ്പമാണ്. തെയ് ഇങ്ങനെ കാണിച്ചാൽ അടവാന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്, പക്ഷെ അതങ്ങനെയല്ല. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കൈകൾ എടുത്ത് തെയ് ഹ തെയ് ഹി തെയ്, ഇത്രയൊന്നും വരണ്ട. അതിലൊക്കെ വരുത്താൻ കുറച്ച് പാടാണ്. ഒരു നല്ല ടീച്ചറുടെ അടുത്ത് പോയി പഠിക്കാതെ അതൊന്നും വരില്ല. അപ്പൊ നമുക്കൊരു കൊറിയോഗ്രാഫിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യം ആ തെയ്ഹാ തേഹി പഠിക്കുമ്പോൾ കൈ വെറുതെ കടകാമുഖം വയ്ക്കുക. ഓക്കെ, അപ്പൊ തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കൈ ഇവിടെ ഇരുന്നോളൂ. നമ്മുടെ ഹാൻഡ് പൊസിഷൻ ഒന്ന് കറക്റ്റ് ആവും. അടവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. രണ്ടാമത്തിലേക്ക് വരുമ്പോ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് തെയ് ഹ തെയ് ഹി തെയ് ഹ, നമ്മളത് ചെയ്യുക. ഇത് ക്രോസ് ചെയ്ത് പിടിക്കാൻ പറഞ്ഞ എന്തിനാന്ന് ഞാൻ പറയാം. ഇത് നമുക്ക് തറവായി കഴിഞ്ഞാൽ അടുത്തത് വരുന്ന അടവ് ഇങ്ങനെയായിരിക്കണം. ഓരോന്ന് ഓപ്പൺ ചെയ്യുക,
ക്ലോസ് ചെയ്യുക. അലപത്മം കടകാമുഖം, അലപത്മം കടകാമുഖം. അപ്പോ കൈകളുടെ മൂവ്മെന്റ് വരും, കാണാൻ ഭംഗിയുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ കൈ എടുക്കുമ്പം തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോ അധികം എന്താ ഒരു കോംപ്ലക്സിറ്റി ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. കൈ ക്രോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമ്മൾ അത് തന്നെ ഓരോ കൈ, പക്ഷെ കണ്ടോ വലത്തെ കൈ ഇവിടെ വന്നു, ഇവിടെ ഇരുന്ന കൈ ഇവിടെ വന്നു, അപ്പൊ അത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഇതാ നോക്കൂ, തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ 4 അടവായി ഓർക്കണം, നമ്മൾ അത്രയും പഠിക്കുമ്പോഴത്തെ 4 അടവായി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതേ ക്രോസ് ചെയ്ത് തന്നെ 2 കൈയും വെറുതെ മലർത്തുക. തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത് 5ാമത്തെ അടവായി. ഇനി നമ്മൾ ചെയ്യുമ്പം അത് ഓപ്പൺ, 2 കൈയും ഇങ്ങനെ വെച്ച് ഓപ്പൺ ആക്കുക. കടകാമുഖം ആദ്യം പിടിച്ചല്ലേ. അപ്പൊ അതായത് തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാല് നല്ലതുപോലെ ഉറയ്ക്കും, നല്ല പ്രാക്ടീസ് ആയിട്ട് വരും. ഇത് അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ കയ്യ് മേളിലേക്ക് അലപത്മം പിടിക്കുക, അല്ലെങ്കിൽ കടകാമുഖം പിടിക്കുക. കണ്ട തലയുടെ മേളില്, ക്ലിയർ? എന്നിട്ട് ഇത് തന്നെ ചെയ്യാൻ നോക്കൂ. തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോ 6ാമത്തെ ഒരടവായി. ഇനിയാണ് നമ്മൾ ഓരോ കൈയായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോ അതിൽ ആദ്യം നമുക്ക് ശരിക്കും പറഞ്ഞ എളുപ്പം ഫ്രണ്ടിലേക്കൊക്കെ ചെയ്തതിനൊക്കെ എളുപ്പം സൈഡിലേക്ക് കൈകൾ ഓരോന്നായിട്ട് നീട്ടി നമുക്ക് എടുക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടതാണ് തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. ഇത് പ്രാക്ടീസ് ആയാൽ തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. ഓക്കെ, എന്റെ മുട്ടൻ. അത് കഴിഞ്ഞാൽ അടുത്തത് ആ പോയ കൈ നേരെ കോർണർ കൊടുക്കണം. ഓക്കെ, ഇവിടെ നിന്ന് നേരെ ഇവിടെ വരിക. അപ്പൊ തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. പിന്നെ അത് ഫ്രണ്ടിൽ വരണം. തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. ഇനി അത് സൈഡിൽ വരണം. ഇവിടെ തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. അപ്പോ കണ്ട ഓപ്പോസിറ്റ് വരെ നമ്മൾ ചെയ്തില്ലേ? ഇത് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. കൈ ഇങ്ങനെ ഇരുന്നായിട്ടോ, പുറകിലേക്ക് പോകരുത്. തെയ്. കണ്ടോ? അപ്പൊ എത്ര എളുപ്പമായിട്ട് നമ്മൾ ഇത്ര അടവുകൾ പഠിച്ചു. ഇനി അത് 2 കൈയും ചെയ്യണം. അതായത് ഇവിടെ നിന്ന് തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി, കോർണർ ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. അപ്പൊ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വരും. ഓക്കെ, അപ്പൊ അത്രയും അടവുകൾ പഠിച്ചു കഴിഞ്ഞാൽ കൈ പതുക്കെ പുറകിലേക്ക്, എനിക്ക് ഈ ഓൺലൈൻ പഠിപ്പിച്ച എല്ലാ ഇടത് ആദ്യം വരും. ഓക്കെ, ഇപ്പൊ നമ്മള് തെയ് ഹ പുറകില് തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. കൈ കറക്കി തന്നെ എടുത്തോ കേട്ടോ. ഓക്കെ, അത് ഫ്രണ്ടിലേക്ക് അല്ല ബാക്കിലേക്ക് എടുത്തു. ഇനി 2 കൈയും കടകാമുഖം നീട്ടി പിടിച്ചു. എന്നിട്ട് തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. ഇങ്ങനെ അത് മാത്രം ചെയ്യാം, അതിന്റെ മുഴുവനും ചെയ്യരുത്, അത് മാത്രം. ഓക്കെ, ദെൻ തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി എന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അത് 2ഉം കൂടെ കമ്പൈൻ ചെയ്യാം. മനസ്സിലായോ? അതായത് തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇത്രയും ആവുമ്പോഴേക്കും നമുക്ക് തേഹ തേഹി വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള മേജർ അടവുകളൊന്നും കളിച്ചില്ല, എല്ലാം സിമ്പിൾ ആണ്. ഇനി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ
തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇവിടെ നിർത്താം, അല്ലെങ്കിൽ അത് താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ വരെ വരാം. ഇതൊക്കെ നമ്മൾ കൊറിയോഗ്രാഫിയിൽ ചെയ്യുന്ന സംഗതികളാണ്. തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. കണ്ടാ, ഇതൊരു സർക്കിൾ വന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യാം. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ കുതിർത്തുവിട്ട അടവ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ പഠിച്ചാൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് അടവിലേക്ക് എത്താം. ആദ്യം തന്നെ കോംപ്ലിക്കേഷനിലേക്ക് പോയാൽ അടവ് വൃത്തിയാവില്ല, അല്ലെങ്കിൽ അത്രയും ടാലന്റഡ് ആയിരിക്കണം പിള്ളേർ. അപ്പൊ ശരി, ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ കളിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. പക്ഷേ ഓൺലൈനിൽ നമ്മൾ പഠിക്കുമ്പോൾ അത്രയധികം എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈസി അല്ല, അത് മനസ്സിലാക്കിയിട്ടേ നമ്മൾ അതിലേക്ക് കടക്കാവൂ. സോ താങ്ക് യു, കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. താങ്ക് യു, ബൈ. ഒന്നാമത്തെ, അടുത്ത രണ്ട്, ഓരോ കൈ 3 4. ഇവിടെ ശരിക്കും ചെവിയുടെ അവിടെ ചെവിയുടെ ഇവിടെ ഷോൾഡർ അത് നമ്മൾ വലിച്ചു പിടിക്കും, ഇളകി പോകരുത്. 1 2 3 4. ഇനി അടുത്ത കൈ നീട്ടി 1 2